അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ഏറ്റവും സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, മാന്യ ശ്രോതാക്കൾ, പല ആളുകളും ദാരിദ്ര്യത്തിൽ അകപ്പെട്ടുകൊണ്ട് വളരെ പ്രയാസപ്പെടുകയും ചില ആളുകളൊക്കെ പൊതുസമൂഹം ഇത് അറിയുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ആരോടും പറയാതെ സങ്കടങ്ങളും പ്രയാസങ്ങളും ആരും അറിയിക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. അതേസമയത്ത് മറ്റു ചില ആളുകൾ ആര് പറഞ്ഞാലും ഞങ്ങൾ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, ദാരിദ്ര്യത്തിലാണ് എന്ന രീതിയിൽ എല്ലാവരെയും അറിയിക്കുന്ന ആളുകളുണ്ട്. രണ്ടായാലും ശരി, ഈ രണ്ട് വിഭാഗവും ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ അകപ്പെട്ടുകൊണ്ട് മാനസികമായി സംഘർഷത്തിലാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള മാർഗം എന്താണ് എന്നതിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കഴിയുന്ന ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ അറിവ് നിങ്ങളിലേക്ക് എത്താൻ അത് കൂടുതൽ നന്നായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം? അത് മറ്റൊന്നുമല്ല, വിശുദ്ധ ഖുർആനിലെ വളരെ ചെറിയ ഒരു സൂറത്താണ് സൂറത്ത് മാഊൻ. ഈ സൂറത്ത് മാഊൻ നമ്മൾ സുബഹിക്ക് ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷമോ ഒക്കെ 41 പ്രാവശ്യം 41 ദിവസം നിരന്തരമായി നാം പാരായണം ചെയ്യുകയും എന്നിട്ട് ദുആ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിന് വലിയ പരിഹാരമുണ്ടാകുമെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി സൂറത്തിൽ ഖദർ സൂറത്ത് നാം ഓതുകയാണെങ്കിലും ഇതേപോലെ തന്നെ അതിന് പരിഹാരമാണ്. ഇന്നാ അൻസൽനാ ഫീ ലൈലത്തുൽ ഖദർ 360 പ്രാവശ്യമാണ് ഖദർ സൂറത്ത് ഓതേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഒരു ദിവസം 41 പ്രാവശ്യം സൂറത്ത് മഅഊനും കഴിയുമെങ്കിൽ 360 പ്രാവശ്യം ഖദർ സൂറത്തും, ഇത് രണ്ടും കൂടി നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകും. ഉദാഹരണമായിട്ട്, ഭർത്താവ് വലിയ പ്രയാസപ്പെടുമ്പോൾ ഭാര്യ വീട്ടിലിരുന്നു കൊണ്ട് ഇത് ചൊല്ലുകയാണെങ്കിൽ ആ വീട് ഐശ്വര്യത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെ വീടായി തീരും എന്ന കാര്യത്തിൽ സംശയമില്ല. പരമാവധി എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മെ രണ്ട് ലോകത്തും വിജയിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്ന വളരെ പരിതാപകരമായ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. റഹ്മത്തിക്ക് യാ റഹ്മാൻ റഹീമീൻ. അസ്സലാമു അലൈക്കും.